ഈ ഒരു വെള്ളം വെച്ചിട്ട് നിങ്ങൾ പതിവായിട്ട് തല കഴുകിയിട്ടുണ്ടെങ്കിലോ തലമുടി നര തുടങ്ങിയിരിക്കുന്ന ആളുകളുടെയൊക്കെ തലമുടി നരച്ച തലമുടിയൊക്കെ നല്ല രീതിയിൽ കട്ട കറുപ്പോട് കൂടിയിട്ട് വളരാൻ നല്ലതാണ് കേട്ടോ. വെറുതെ നമ്മൾ നിങ്ങൾ തല കഴുകി കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ തല കഴുകി കൊടുക്കുമ്പോൾ മുഖത്തോട്ട് ചാടാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മുഖത്ത് ഒരു കറ വീഴും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് തണുപ്പാറിയതിന് ശേഷം തല കഴുകി വിട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്കൊരു സ്പൂൺ നെല്ലിക്കയുടെ പൗഡറില്ലേ, നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചെമ്പരത്തി നമ്മുടെയൊക്കെ വീണ്ടും മുറ്റത്തും പരിസരത്തൊക്കെ അവിടെ നിൽപ്പുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിൽ ഒരു 2-3 ചെമ്പരത്തിയുടെ പൂ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ചെമ്പരത്തിയുടെ പൂവൊന്നും ഇല്ലെങ്കിൽ ഈ ചെമ്പരത്തിയുടെ പൗഡറൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ ഓൺലൈനിൽ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ പൊടി തന്നെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, പൂ ഇട്ട് കൊടുത്താലും മതി. ശികാക്കായയുടെ റീത്തക്കായയുടെ ഒക്കെ എന്തെങ്കിലും പൗഡറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, മുടിക്ക് നല്ല കറുപ്പും തിളക്കം കിട്ടും. പിന്നെ അതുപോലെ കുറച്ച് ഉലുവ കേട്ടോ, ഉലുവ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ താരം മാറാനൊക്കെ ആയിട്ട് മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഇത് നമ്മുടെ ഈ ബൃങ്കരാജില്ലേ, കയ്യോന്നി, നമ്മുടെ പരിസരത്തൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ചാറ് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം നല്ല രീതിയിൽ കട്ട കറുപ്പോടുകൂടി മുടി വളരാനായിട്ട് ബെസ്റ്റാണ് ഈ ഒരു കയ്യോന്നി. അപ്പോൾ കയ്യോന്നി മിക്ക സ്ഥലത്തും കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടാത്ത ആളുകൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പൗഡറുകളൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പം പൗഡർ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പൗഡറുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ തരട്ടെ, ഞാൻ എൻ്റെ കോംബോ പാക്ക് ഇട്ടുതരാം കേട്ടോ. കുറേ ഒരു കയ്യോത്തിയുടെയും അതുപോലെ ചെമ്പരത്തിപ്പൂവിൻ്റെയും ഷികാക്കായുടെ റീത്തയുടെയും അതുപോലെ തന്നെ നെല്ലിക്കയുടെ ഒക്കെ പൗഡർ 6 കൂട്ടമൊക്കെ ആയിട്ടുള്ള എൻ്റെ കോംബോ ഉണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇട്ടുതരാം, അതിലൊരാൾ കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ ഇട്ട് തിളപ്പിക്കാൻ നേരത്തുണ്ടല്ലോ, നമ്മൾ ഈ അയൺ കണ്ടന്റ് അടങ്ങിയേക്കുന്ന ഒരു ചീനച്ചട്ടിയില്ലേ, നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി, ആ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇതൊരു 10 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒരു സൈസ് നല്ല കറുത്ത വെള്ളമായി കിട്ടും കേട്ടോ. ഇതുപോലത്തെ വെള്ളമായി കിട്ടും കേട്ടോ. അപ്പം ഇതിങ്ങനെ നിങ്ങൾ തല കഴുകി വിടുമ്പം നെറ്റിയിലോട്ട് മുഖത്തോട്ടേക്ക് ഒലിച്ച് ചാടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പിന്നെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇട്ടപ്പം 1-2 ചേച്ചിമാർ വന്ന് കമൻറ്റ് ചെയ്തായിരുന്നു നെറ്റിയിൽ കറുപ്പ് കൊണ്ടുവന്നു. അപ്പം ശരിക്കും മുടിക്ക് കറുപ്പ് വീഴാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖത്തോട്ട് ചാടിയിട്ടുണ്ടെങ്കിൽ മുഖത്ത് ആ നെറ്റിയിലൊക്കെ ഒരു കറുപ്പ് വീഴും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നെ, അതുകൊണ്ടാണ് അത് നിങ്ങൾ തല കുമ്പിട്ട് വെച്ചിട്ട് തല കഴുകി വിടണം കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് ഈ വെള്ളം കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊടിച്ചെടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ മുടിക്ക് വളരാനും നല്ലതാണ്. അപ്പം നിസാര വിലയുള്ളൂ 100 രൂപ 120 രൂപ കണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 50 വെച്ച് കിട്ടും കേട്ടോ ഇത് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോമ്പോടെ ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റേൻ്റെയൊക്കെ ലിങ്ക് ഇട്ട് തന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കയറി വാങ്ങിച്ചോ കേട്ടോ. പിന്നെ തലമുടി നര തുടങ്ങിയേക്കുന്ന ആളുകൾക്ക് മുടി കറുപ്പോടുകൂടി മുടി വളരാനൊക്കെ ആയിട്ട് ഈ പൗഡർ ഉണ്ടല്ലോ, നമ്മൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിൽ ഇട്ട് വയ്ക്കാനായിട്ട് നല്ലതാണ്. വെറുതെ 1-2 സ്പൂൺ വീതം എല്ലാ പാക്കറ്റിൽ നിന്നും ഓരോ സ്പൂൺ വീതം ഇട്ടിട്ട് എണ്ണയിൽ ഇട്ട് വെച്ചാൽ മതി. എണ്ണയ്ക്ക് നല്ലൊരു കറുപ്പ് വീഴും കേട്ടോ. അപ്പോൾ ആ എണ്ണ തല തേച്ചാലും മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും. പിന്നെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് നിങ്ങൾ ഈ മൈലാഞ്ചിയുടെ ഇല അരച്ചോ അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ പൊടിയോ ചേർത്തിട്ടിട്ട് നിങ്ങൾക്ക് ഈ ഹെന്ന പാക്ക് ഉണ്ടാക്കാൻ നല്ലതാണ്. മുടി കറക്കാനായിട്ട് നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൽ നിങ്ങൾ ഒഴിച്ചുണ്ടാക്കുവാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തിരിക്കണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാം കേട്ടോ. ബൈ.